നമസ്തേ. ക്ഷേത്രം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഊരാളന്മാരെന്ന് കെ ബൽറാം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മൈനറാണ്. ആ സങ്കല്പത്തിലാണ് കോടതികൾ ഉൾപ്പെടെ ക്ഷേത്രങ്ങളെയും പ്രതിഷ്ഠകളെയും കാണുന്നതെന്ന് RSS ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ ബൽറാം. സ്വന്തം കുട്ടിയുടെ വസ്തുക്കൾ അച്ഛനും അമ്മയും മോഷ്ടിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രതിഷ്ഠയുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം വിധിയെന്ന് കോടതികളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലബാറിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചും മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങളും നിയമപരമായ വസ്തുതകളും അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രം സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഊരാളന്മാരെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ നിയമങ്ങളും ചരിത്ര പശ്ചാത്തലവും അദ്ദേഹം ടെമ്പിൾ പാർലമെന്റിൽ വിശദീകരിച്ചു. കോഴിക്കോട്ട് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പിറവി. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നത് G. സുധാകരനായിരുന്നു. അത് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. 2008 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ദേശാഭിമാനി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. മറ്റാരും സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദേശാഭിമാനിക്ക് സാധാരണ 6-8 പേജാണ്. അന്നത്തെ ദേശാഭിമാനിക്ക് 16 പേജായിരുന്നു. 16 പേജ് എങ്ങനെയാണ് നിറച്ചതെന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ ബാക്കി മുഴുവൻ ഈ ദരിദ്രമായി കിടക്കുന്ന ക്ഷേത്രങ്ങളുടെ പരസ്യമായിരുന്നു. ആശംസകളോടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്ന ക്ഷേത്രം, ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ ദിവസം തന്നെ ക്ഷേത്രങ്ങളുടെ ഫണ്ട് ദേശാഭിമാനിക്ക് കൊടുത്തു. ഈ കൊള്ളയടിയുടെ ഓരോ രൂപമാണ്. അപ്പം ഇത് ഒന്നാമത്തെ അന്ന് 2008 നടന്ന സംഭവമാണ്. ഈ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്ന ഒക്ടോബർ 2 ഈയിടെ ഞാൻ ആ കോപ്പി ശ്രീ വത്സന് കോപ്പി കൊടുത്തിരുന്നു. ഇതാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് കാണിക്കാൻ. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് മലബാർ ദേവസ്വത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ ഗ്രേഡ് 1ൻ്റെ മുകളിൽ സൂപ്പർ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രമുണ്ട്. അത് സൂപ്പർ ഗ്രേഡ് ക്ഷേത്രം നിശ്ചയിക്കുന്നത് എന്താണ്, വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സൂപ്പർ ഗ്രേഡ് ക്ഷേത്രം ആകെ 5-6, അതായത് ഒന്ന് കാസർഗോഡ് ജില്ലയിൽ ഒരു സൂപ്പർ ഗ്രേഡ് ക്ഷേത്രവുമില്ല, പാലക്കാട് ജില്ലയിലും സൂപ്പർ ഗ്രേഡ് ക്ഷേത്രമില്ല, കണ്ണൂർ ജില്ലയിൽ 2 സൂപ്പർ ഗ്രേഡ് ക്ഷേത്രമുണ്ട്. അതായത് 4 കോടിയിൽ കൂടുതൽ അസസ്മെൻറ്റ് ഇൻകം ഉള്ളത് അംശാദായമുള്ള ക്ഷേത്രത്തെയാണ് സൂപ്പർ ഗ്രേഡ് ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലുള്ള 2 ക്ഷേത്രം, ഒന്ന് പെരളശ്ശേരി ക്ഷേത്രവും മറ്റൊന്ന് കൊട്ടിയൂർ ക്ഷേത്രമാണ്. കൊട്ടിയൂർ ക്ഷേത്രം ഇപ്പം അടുത്ത കാലത്താണ് ഈ സൂപ്പർ ഗ്രേഡ് ക്ഷേത്രത്തിൽ പെടാൻ. കാരണം കർണാടകയിൽ നിന്ന് ഭക്തന്മാർ ധാരാളം വരാൻ തുടങ്ങി എന്നാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ പറഞ്ഞത്. അങ്ങനെ ഈ 2 ക്ഷേത്രമാണ് സൂപ്പർ ഗ്രേഡ് ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിൽ ഒരു ക്ഷേത്രമേ ഉള്ളൂ, പിഷാരിക്കാവ്. മലപ്പുറം ജില്ലയിൽ 2 ക്ഷേത്രമുണ്ട്, ഒന്ന് കാടാമ്പുഴയും ഒന്ന് തിരുമാന്താംകുന്നും. ഈ 2 ക്ഷേത്രവും സൂപ്പർ ഗ്രേഡ് ക്ഷേത്രം. ചാവക്കാട് താലൂക്കിൽ മമ്മിയൂർ ക്ഷേത്രം. ഇങ്ങനെ 5 ക്ഷേത്രം അല്ലേ, 6 ക്ഷേത്രം. 6 ക്ഷേത്രമാണ് സൂപ്പർ ഗ്രേഡ് ക്ഷേത്രം. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഗ്രേഡ് 1, ഗ്രേഡ് 2, അതായത് 4 കോടിക്ക് മുകളിലുള്ള ക്ഷേത്രങ്ങൾ സൂപ്പർ ഗ്രേഡും 75 ലക്ഷം മുതൽ 4 കോടി വരെയുള്ളവരെ ഗ്രേഡ് 1ഉം 25 ലക്ഷം മുതൽ 75 ലക്ഷം വരെ അംശാദായമുള്ളതിന് ഗ്രേഡ് 2ഉം 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയുള്ളത് ഗ്രേഡ് 3ഉം 10 ലക്ഷത്തിൻ്റെ താഴെയുള്ള വരുമാനം ബാക്കി കാറ്റഗറിയിൽ. അങ്ങനെ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം വെറും 1300ഓളം ക്ഷേത്രങ്ങളാണ്. അതിൽ മിക്ക ക്ഷേത്രവും ദരിദ്രം എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ ഗ്രേഡ് ആൻഡ് ഗ്രേഡ് 1 ക്ഷേത്രങ്ങൾ ഒഴിച്ച് വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രം. അതിന് ശേഷമുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഇന്നലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിന് 1.5 വർഷമായി ശമ്പളം കൊടുത്തിട്ടില്ല. പക്ഷെ അവിടുത്തെ ക്ഷേത്ര ഭരണത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് സൂപ്പർ ഗ്രേഡ് ക്ഷേത്രത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു നയാ പൈസ പോലും മറ്റൊരു ക്ഷേത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇത്രയും അശാസ്ത്രീയമായ ഒരു നിയമവ്യവസ്ഥയുള്ള ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലുണ്ടാവും. പക്ഷെ ആ ഉപക്ഷേത്രം ദരിദ്രമായി അവിടുത്തെ ശാന്തിക്കാരന് ചോറ് വെക്കാൻ പോലും വകയില്ലാത്തായിരിക്കും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ സമ്പന്നമായ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു നയാ പൈസ ആ ഉപക്ഷേത്രത്തിന് കൊടുക്കാൻ പറ്റില്ല.
അങ്ങനെയാണ് ക്ഷേത്രഭരണം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രഭരണം. ഇപ്പോഴവിടെ മുറവിളി കൂട്ടാൻ തുടങ്ങി. 1.5 വർഷമായി ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചില ജീവനക്കാരോട് ചോദിച്ചു, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് ദേവസ്വം ബോർഡ് വന്നാൽ തേനും പാലും ഒഴുകില്ല. അയ്യോ, എന്ത് പറഞ്ഞിട്ട് കാര്യം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. കാരണം ഇന്നും അതേസമയം ഈ AC സെൻട്രലൈസ്ഡ് AC ആക്കി AC കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 9 ദേവസ്വം ബോർഡ് മെമ്പർമാർ. മാത്രമല്ല പല ക്ഷേത്ര സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോയി. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഭക്തന്മാർ എന്നെ സമീപിച്ച് പറഞ്ഞു, ചെക്കിയാട്ട് ദേവസ്വം ഒരു റോഡിന് സമീപത്തുള്ള വലിയ ക്ഷേത്രഭൂമിയാണ്. അപ്പോൾ ചെക്കിയാട്ട് ദേവസ്വത്തിൻ്റെ ഈ റോഡിലൂടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ചെക്കിയാട്ട് ദേവസ്വത്തിൻ്റെ വലിയൊരു ഭൂമി അങ്ങോട്ട് പോകും റോഡിലേക്ക്. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉടമകളായിട്ട്, ആ ഭൂമിയുടെ ഉടമകളായിട്ട് ചെക്കിയാട്ട് ദേവസ്വത്തിനെ കാണിച്ചു. പിന്നീട് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നികുതി കെട്ടാത്ത ഭൂമിയാണ്. അപ്പോഴതിൻ്റെ ഉടനെ അവിടെ പാരമ്പര്യ ട്രസ്റ്റിമാരും പാരമ്പര്യേതര ട്രസ്റ്റിമാരും ഉണ്ട്. അപ്പോൾ ഈ ഭക്തന്മാർ പോയി അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇതിനെതിരെ എഴുതണം, കാരണം ക്ഷേത്രഭൂമി കോടിക്കണക്കിന് രൂപ കോമ്പൻസേഷൻ കിട്ടും ആ ക്ഷേത്രത്തിന്. അപ്പോൾ നേരെ പറഞ്ഞു, അതൊന്നും പറയില്ല, പാർട്ടിക്കാർ അതിനൊന്നും അനുവദിക്കുന്നില്ല. പാർട്ടി പറഞ്ഞു അതൊന്നും നിങ്ങൾ അനങ്ങാതിരുന്നാൽ മതി, ബാക്കി കാര്യം നമ്മൾ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെറിഡിറ്ററി ട്രസ്റ്റും പാരമ്പര്യ ട്രസ്റ്റുമാരും ഒരു വിരൽ അനക്കാൻ തയ്യാറില്ല. കാരണം പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഈ കോമ്പൻസേഷൻ വലിയൊരു സംഖ്യ കോമ്പൻസേഷൻ ഈ ക്ഷേത്രത്തിന് കൊടുക്കണം. ഇങ്ങനെ അനേകം, അത് പറയാൻ നിന്നാൽ ഇന്ന് മുഴുവൻ പറയാനുണ്ടാവും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുകയോ. ഒരു ഉദാഹരണം കൂടി പറയാം. ചെറുക്കൽ കോവിലകം ദേവസ്വത്തിന് 38ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മാടായിക്കാവ്. കർണാടക മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ നിത്യ സന്ദർശകനാണ്. അതോടുകൂടി കർണാടകക്കാർ ആ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രം സമ്പന്നമായി. ആ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് പ്രകൃതി രമണീയമായ ഭൂമിയുണ്ട്. തരിശുഭൂമിയാണെങ്കിലും അവിടെ ഈ ചിത്രശലഭങ്ങൾ തന്നെ 42ഓളം ചിത്രശലഭങ്ങളുണ്ട്. അവിടെ പ്രകൃതി രമണീയമാണ്. അപ്പോൾ ഇത് പാറഭൂമിയാണ്. ആ പാറഭൂമിയിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ പണിതു. അതായത് മാടായി ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് സമീപത്തായിരുന്നു മുസ്ലിങ്ങളുടെ ഒരു ട്രസ്റ്റ്, വാദിഹുദ ട്രസ്റ്റിൻ്റെ കെട്ടിടം. അവർ ഈ സ്കൂളിന് മാടായിക്കാവ് ദേവസ്വം ഭൂമി പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിന്ന് 3.5 ഏക്കർ ഭൂമി വാദിഹുദക്കാർ വളച്ചു കെട്ടി അവരുടേത് സ്വന്തമായി. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മാടായിക്കാവത്ത് ചെറുക്കകോവിലം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ചില നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ക്ഷേത്രത്തോട് താല്പര്യം. അവർ കോവിലകത്തോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും അത് തിരിച്ചു വിടുന്നു. പക്ഷെ അവർക്ക് കാരണം അവിടുത്തെ ഭരണത്തിൻ്റെ ഹുങ്കിൻ്റെ ഫലമായി അവർക്ക് അതിനെതിരായി ശബ്ദിക്കാൻ സാധിച്ചില്ല. അപ്പോൾ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ സ്കൂളിൻ്റെ വാദിഹുദക്കാർ 3.5 ഏക്കർ തട്ടിയെടുത്തപ്പോൾ ഈ സ്കൂളിനൊരു സ്റ്റേഡിയം പണിയണം, പ്ലേ ഗ്രൗണ്ട് വേണം. അപ്പോൾ അവിടുത്തെ സ്ഥലം MLA പറഞ്ഞു, നിങ്ങൾ ആ ദേവസ്വം ഭൂമി സ്റ്റേഡിയം ഗ്രൗണ്ടാക്കി മാറ്റുന്നു. അങ്ങനെ 3.5 ഏക്കർ ഭൂമി ക്ഷേത്ര ഭൂമി കയ്യേറി അവിടെ സ്റ്റേഡിയം പണിതുകൊണ്ടിരിക്കുകയാണ്. MLA പറഞ്ഞു, ഒരാളും അതിനെതിരായി ശബ്ദിക്കാൻ പാടില്ല. എന്നിട്ട് അവിടെ ഇപ്പോൾ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സ്റ്റേഡിയം പണി നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനേകം നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അതായത് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ച്, അതായത് തിരിമറികളിൽ ഒരു ക്ഷേത്രത്തിലും അവിടുത്തെ ഇളകുന്ന മുതലുകളെ സംബന്ധിച്ചുള്ള രേഖകൾ സൂക്ഷിക്കുന്നില്ല. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് അവിടുത്തെ ഭരണ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചിലപ്പോൾ ചോദിക്കും, ഞാൻ അവസാനിപ്പിക്കാം, അതിനു മുൻപായി എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചാൽ, പരിഹാരം മുമ്പ് സ്വാമിജി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. സ്വാമിജി ഞാനും ഉണ്ടായിരുന്നു. ഈ ഒരു ദേവസ്വം മന്ത്രി കോൺഗ്രസിൻ്റെ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചേംബറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇതാരെയാണ് പിന്നെ ഏൽപ്പിക്കേണ്ടതെന്ന്.
അത് പ്രസക്തമായ ചോദ്യമായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴ് നമ്മൾ കാലത്തിനനുസരിച്ചുള്ള ഒരു നിയമനിർമ്മാണം നടക്കേണ്ടത്. ഒരു കാര്യം ഇപ്പം മലബാറിൽ തന്നെ ഞാൻ പറഞ്ഞു 1300ഓളം ക്ഷേത്രങ്ങൾ മാത്രമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. അല്ലാതെ അനേകം ക്ഷേത്രങ്ങൾ ഭംഗിയായി പ്രവർത്തിക്കുന്നു. ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3-4 ക്ഷേത്രങ്ങളെ പറയാം. ഒന്ന് കണ്ണൂരിൽ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം, മറ്റൊന്ന് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം, മറ്റൊന്ന് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, പാലക്കാട് യാക്കര ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നതാണ്. അതിൽ തളാപ്പിലെ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് ഏകദേശം 300 കോടിയോളം ആസ്തിയുണ്ട്. CBSE സ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ, ഇതൊക്കെ ഉണ്ട്. വർഷങ്ങളായി ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. വർഷങ്ങളായി നല്ല രീതി ഭംഗിയായി. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ 1926 നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടായിരുന്നു ആ നിയമം. ഇത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഈ 4 ക്ഷേത്രങ്ങളും 4 സൊസൈറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. സുന്ദരേശ്വര ക്ഷേത്രത്തിനെ സംബന്ധിച്ചാണ്, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ചാണ് ഏകദേശം 4000ഓളം അംഗങ്ങളുണ്ട്. അവിടുത്തെ ജനറൽ ബോഡിയൊക്കെ വളരെ സജീവമാണ്. അവിടുത്തെ തിരഞ്ഞെടുപ്പും വളരെ സജീവം, ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി ഉളവാക്കുന്നതാണ്. പക്ഷെ ഭംഗിയായി നടക്കുന്നുണ്ട്. അത് മാതൃകയാക്കിക്കൂടെ എന്നാണ്.